നമ്മളിപ്പോ എവിടെയുള്ള പറയും ചൂടെടുക്കണ്ടോ? തണുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടണില്ലേ? സൂപ്പർ കുപ്പായ കിട്ടണിയോ? എൻട്രി ഫീ 100 രൂപയാണ്. അതിന് മാത്രം കാണാൻ നമ്മള് റീൽസിലും വീഡിയോസിലും ഒന്നും കാണാൻ അത്ര അതിന് മാത്രം ഒന്നും കാണാനില്ല സത്യത്തില്. തണുപ്പ് പോകാൻ വേണ്ടി ചൂടാക്കി. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഇതാ മുത്തുമലൈ ടൈഗർ റിസർവിന്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യാത്രയിലുള്ള ഒരു മൃഗത്തിനെ പോലും കാണാത്ത ഈ ഒരു കാഴ്ചയാണ് ഇതിൽ ഏറ്റവും രസം. നമ്മൾ ഫ്രണ്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേ പറയും കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പണ്ട് മുതലേ പ്ലാൻ ചെയ്ത ഒരു ലക്ഷദ്വീപ് ട്രിപ്പാണ് ഇപ്പൊ ഊട്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസമായിട്ട് റീൽസ് മൊത്തം ഊട്ടിയിലെ തണുപ്പ്, ഊട്ടിയിലെ മഞ്ഞ് വീഴ്ച, കാശ്മീരിനെ പോലെ ഊട്ടി, ഇതെല്ലാം കണ്ട് ഊട്ടിയിൽ നല്ല തണുപ്പാന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത്. പക്ഷെ 1-2 റീൽസിൽ പറഞ്ഞിരുന്നു ഊട്ടിയിൽ ചൂടുണ്ട്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ പ്രകാരം ഊട്ടിയിൽ നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ച് നല്ല തണുപ്പിനിടുന്ന ഡ്രസ്സെല്ലാം ഇട്ടിട്ടാ പോയത്. രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാ. പക്ഷെ കറക്റ്റ് 6:30 ആയപ്പോൾ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി. പോകുന്ന സ്ഥലം ഭയങ്കര അടിപൊളിയാവണമെന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഒരു വൺ ഡേ കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലമാവണം വിചാരിച്ചിട്ടാണ് ഊട്ടി ചൂസ് ചെയ്തത്. അങ്ങനെ തണുപ്പ് എക്സ്പെക്ട് ചെയ്ത് ചൂട് കിട്ടിയതും പിന്നെ ഞങ്ങളുടെ ഇടയിലുണ്ടായ കുറേ കോമഡികളും ഞങ്ങൾ പോയ സ്ഥലവും ഇതെല്ലാമാണ് ഞാൻ ഫസ്റ്റായിട്ട് ഇടുന്ന എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. അതിനോടൊന്ന് ചിറക് വിടർത്താൻ പറഞ്ഞാലോ? പീലി വിടർത്തു. ചിറക് വിടർത്താൻ എങ്ങനെ? കുതിരൊരു പൊക്കെ പോയി. എന്റെ മുമ്പിലുള്ള എറിഞ്ചെടുത്ത കുഞ്ഞു നാണം കൂടാതെ എന്റെ മുമ്പിലുള്ള കുട്ടിയുടെ ചെറിയ ചെക്കനെ ഓനിങ്ങനെ. ഗൈസ്, നമ്മളിപ്പോ എവിടെയുള്ള പറയും ഊട്ടിയിലേക്ക് പോകാൻ പാത്രം കേൾക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിസീനാവുക, അത് തിരുമ്പുക. കുളിസീനൊന്നല്ല, ചേച്ചിമാരൊക്കെ പാത്രമൊക്കെ കഴുകി വരികയാണ്. ഞാൻ കണക്കൊന്നുമില്ല. എന്താ ഞാൻ സംഭവിച്ച പറഞ്ഞോടുക്ക്? എന്താ സംഭവിച്ച പറഞ്ഞോടുക്ക്? പറയ്. ഫ്രോഡ് ഗൈസ്, ഇത് അങ്കർ ഫ്രോഡാണ്. ഹായ് ഗൈസ്, കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് ഹംഗ് ഫോർട്ടിലാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഈ കാണുന്ന ഈ വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് ഹംഗ് ഫോർട്ടിൻ്റെ ഒരു പ്ലേസ് വരുന്നത്. പക്ഷെ ഇത് ആദ്യം ഇവിടേക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നൗ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പെർ ഹെഡ് 100 rupees എന്നുള്ള രൂപത്തിൽ പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. സോ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ സംഭവം വെച്ചാൽ ഇങ്ങോട്ട് എൻട്രി ഫീ 100 രൂപയാണ്. അതിന് മാത്രം കാണാൻ നമ്മൾ റീൽസിലും വീഡിയോസിലും ഒന്നും കാണാൻ അത്ര അതിന് മാത്രം ഒന്നും കാണാനില്ല സംഭവത്തിൽ. മാത്രമല്ല കയറി ഇറങ്ങണവരെല്ലാവരും പറയണ ഒന്നുമില്ല, കാണാൻ 100 രൂപയാണെന്നാണ്. ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതി ഇപ്പോൾ സണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു വെയിലിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം നമ്മളിപ്പോൾ ഊട്ടിയിൽ മഞ്ഞ് പെയ്യാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഊട്ടിയിൽ മഞ്ഞല്ല പെയ്യുന്നത്, വെയിലാണ് പെയ്യുന്നത് ഗൈസ്. കൊല്ലി കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ചൂടെടുത്തിട്ട് പൊള്ളണ വെയിലാണുള്ളത് ഗൈസ്, പൊള്ളണ വെയിൽ. 100 രൂപ കൊടുത്താൽ മുതലാവാനുള്ളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഈ കാണുന്നുള്ളൂ റോഡ്, ഇതാണ് റോഡ്.
റോഡ് മന്നിതാ ഇവിടെ വരെയുള്ള ഇതേ ഉള്ളൂ കാണാൻ. ഈ ഒരു വ്ലോഗ് എടുക്കണം കേട്ടോ. ഗൈസ് ഊട്ടി വന്നിട്ട് നമ്മള് മഞ്ഞ് പെയ്യുന്നതിനോട് മഞ്ഞ് മുഖത്തേക്ക് വീഴാതിരിക്കാൻ മഞ്ഞ് പെയ്യുമ്പം കൊള്ളാതിരിക്കാണ്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ നമ്മളിപ്പോ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തട്ടം തലയിലൂടെ ഇടേണ്ട. ചൂടെടുക്കണ്ടോ? തണുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടേ. സൂപ്പർ കുപ്പായ കിട്ടണയോ. തണുത്തിട്ട് മരവിക്കല്ലേ. കൂളിംഗ് ഗ്ലാസ് വെച്ച് എന്തെങ്കിലും തണുത്തിട്ടാ? സൺഗ്ലാസ് മഞ്ഞ് അതിനേക്കൂലേ. നമ്മള് പിടിച്ചിക്കണ മനസ്സിലാവുമെങ്കിൽ ചെയ്യല്ലോ. ഇത് പിടിച്ചിക്കാൻ നമ്മ കൂടി മനസ്സിലാവൂല. അങ്ങനെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇതില് എസ്തെറ്റിക്സ് കണ്ടുപിടിച്ച് അതിന്റെ ഫ്രെയിം കണ്ടുപിടിച്ച് വീഡിയോ എടുക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. അതാ നോക്കി. അതാണ് നമ്മുടെ പാട്ടൊക്കെ വേണം. ഇത് ഈ നടത്തു കുട്ടിയല്ല. അപ്പളെ പല്ല് കുട്ടിയോണ്ട് പറ്റോണ്ട് കളിക്കാൻ. ഇതാണ് എന്താ പറയാ വേലിമ കിടക്കണ പാമ്പിനെ തുറന്നത് ഇങ്ങനെയാണെങ്കിലും പിന്നെ ഇങ്ങനെ പിടിച്ചത് ഇതിന് വരെ കണ്ടിട്ട്. നമ്മളമ്മായി അമ്മക്ക് കമ്പം കൊണ്ടു തരുന്നുണ്ട്. തീരുമാനായി രസമുണ്ടോ? അവിടെ ഇല്ലേ മണി എടുക്കുള്ളൂ. കരിഞ്ഞ വാങ്ങിക്കൊണ്ടേ ചുട്ടതാ. ചുട്ട് എനിക്കതാ വേണ്ടി. ഇനി ഇതോ രണ്ടും നിന്നുണ്ട്. പ്രശ്നമില്ല. പോണ വഴിക്ക് ഒരു 10 വട്ടം മുദ്രയ്ക്കാൻ പോണില്ല. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. നെക്സ്റ്റ് വീക്ക് വാ. അൺസൈക്കബിൾ അടി തുറന്നതും വെള്ളം ഊട്ടിയിൽ വന്നിട്ട് ഇതുവരെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഊട്ടിയിൽ ഒരു സ്ഥലം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുവരെ ഇപ്പൊ നടന്നതാകെ ഫുഡ് കഴിക്കല്. രാവിലെ വന്നു. ഇപ്പൊ സമയത്തായി. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങി. ഊട്ടിയിലെ മെയിൻ സ്പോട്ടായ ഏറ്റവും ആകർഷണീയമായ പൈൻ ഫോറസ്റ്റ്. എന്തിനാ ഈ പൈൻ ഫോറസ്റ്റിക്ക് വന്നതെന്നറിയോ? ഊട്ടിയിലെ കൊടും ചൂടിന് കുറച്ചു നേരം തണലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പൈൻ ഫോറസ്റ്റ് ചൂസ് ചെയ്തതാണ്. അല്ലാതെ പൈൻ ഫോറസ്റ്റിക്ക് വരാൻ വേണ്ടിയിട്ട് പൈൻ ഫോറസ്റ്റ് കാണാനുള്ള പൂതി കൊണ്ട് വന്നതല്ല അല്ലേ? തീർച്ചയായും നല്ല ക്ലൈമറ്റ് നമുക്ക് കിട്ടിയത് 1.5 തിരിച്ചടി ആയിട്ട്. ആർക്കും വെയിലത്ത് നടന്നിട്ട് തലവേദന ഒന്നുമില്ല. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. $350 രൂപ.
1 മില്യണോ? നീച്ച എന്തുണ്ടെന്നാ പറഞ്ഞറിയോ? ടോയ്ലറ്റ്. ഈ നീച്ചയാണോ അത്? കപ്പിൾ സ്കൂൾസ്. അവിടെ മൂത്രയ്ക്കാൻ മുട്ടിയ കുട്ടിനെ പിടിച്ച് താങ്ങി കൊണ്ടുകൊണ്ട് ഒന്ന് പൈൻ ഫോറസ്റ്റിൽ റെസ്റ്റ് എടുക്കാൻ ഇരിക്കാൻ വന്നിട്ട് ഫുൾ ആൾക്കാർ എന്ന് വെച്ചാൽ ഫുൾ ആൾക്കാർ. ഉരുണ്ട് അവസാനം നമ്മളെ ടീംസ് വരുന്നുണ്ട്. ഇരിക്കാൻ സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയാണ്. നമ്മുടെ ഈ മരത്തുമേ ഇരിക്കാൻ വന്നതോ? എന്തിനാ വന്നേ? നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വീണ് എടുക്കുന്ന മരം. പക്ഷെ നമുക്ക് ആ കാല് ഇപ്പോഴും എന്റെ കാലിന്റെ ഹൈറ്റിന് അത് ഓക്കെ ആയിരിക്കും. നമ്മൾക്കത് ഓക്കെ അല്ല അല്ലേ? ആക്ച്വലി ആ മരം ഇവിടെ കൊണ്ടുവന്ന് നടണ്ടീനി. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പോകുമ്പോ ഓക്കെ മുട്ടായി കാടിന്റെ കിങ്ങിണികൾ കെട്ടിയ മലയാളി പെണ്ണാണ് ലങ്കി കൊഞ്ചും മടവാട്ടി പെണ്ണാണ്. വേറെ പാട്ടല്ലേ? ഗുജറാത്തി കാതല കെട്ടിയ മലയാളി പെണ്ണാണ് തണ്ടുകൾ പാടിയ ഞങ്ങള് ഊട്ടീനെ പറഞ്ഞത് കുറച്ചായിട്ട് മാറ്റി പറയുന്നുണ്ട്. ക്ലൈമറ്റ് വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ഇപ്പം 5:20 ആയപ്പം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൈൻ ഫോറസ്റ്റ് ബോട്ടാണിക്കൽ ഗാർഡനിക്ക് പോവാണ്. അവിടെ തുമ്പത്തിന് ക്ലോസ് ചെയ്യുക, ടിക്കറ്റ് കിട്ടില്ല എന്നൊന്നും അറിയില്ല. പോയി നോക്കണം. നീ എന്താ പറയാനുള്ളേ? തണുപ്പ് കൂടി വരുന്നുണ്ടോ? നേരത്തെ നമ്മൾ ഊട്ടിയിൽ പറഞ്ഞ പോലെ അല്ല ഊട്ടി തണുപ്പ് കൂടി വരുന്നുണ്ട്. നമുക്ക് തണുപ്പ് കൂടിയിട്ട് ശ്വാസം പോലും കിട്ടുന്നില്ല. അങ്ങനെ അതിവിദഗ്ധമായി ടിക്കറ്റ് ഒന്നും എടുക്കാതെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നേരെ വരുന്നത് മൂത്രയ്ക്കാനാണ്. എന്തിനാ അങ്ങോട്ട് കയറി? മൂത്രയ്ക്കാൻ. ലൈറ്റും ഇല്ല വെളിച്ചും ഇല്ലാത്ത ഗാർഡനിൽ കയറി വന്നതാണ്. നല്ല സൂപ്പർ തണുപ്പ്. തല ഇങ്ങനെ പൊള്ളിയണ വേദന, വെയിലും പിന്നെ ഇപ്പൊ തണുപ്പും ഒക്കെ കൂടി. എല്ലാരും ഇറങ്ങി പോണ നേരത്ത് കട്ടുകള്ളന്മാരെ പോലെ കേറി വന്നിട്ട് തിരിച്ച് ഉള്ളിലേക്ക് ഇപ്പൊ കേറണേ ഉള്ളു. എല്ലാരും ഇറങ്ങി പോകും. കാല് വൈഡാണ് നോക്കി രമേ മാറിക്ക് ണ്ടോ ഒരു കാലം മുന്നിട്ട് വരണോ? ലുക്കിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്.
മെൻഷൻ ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് വെറുതെ ചെയ്യണത്. ഒരു മെൻഷൻ വേസ്റ്റ് ആയി പോയി. അതെ, അവസാനം ചായ ചൂടോട് കൂടി ഒരു ചായ. ഒരു പീസിന് 100 രൂപ. പ്ലംസിന് എല്ലാ കടയിലും കയറി വരെ വെച്ചിട്ട് ഒരു പീസ് മാത്രം തരുമോ എല്ലാരോടും? സ്ഥലം ചൂടുള്ള കുട്ടി വസ്തു കിട്ടുന്ന സ്ഥലമാണ്. ഫേമസ് സ്ഥലമാണ്. നമുക്കറിയില്ല, പക്ഷെ ഞങ്ങളെല്ലാ പ്രാവശ്യം വരുമ്പോൾ വാങ്ങുന്ന സ്ഥലം സൂപ്പർ ടേസ്റ്റ്. മാതിരിയാണല്ലോ ഊട്ടി ലേസ് ആക്കിയ മാതിരി ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒന്നും വാങ്ങിക്കണേ. എന്റെ പുതിയ നിങ്ങൾക്കാണോ? അങ്ങനെ ഇവർക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെന്തൊക്കെയാ വാങ്ങി? മോക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കും. ഊട്ടിയിൽ അങ്ങനത്തെ ലാസ്റ്റ് സെഷനായിട്ട് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. കുറേ കുർത്തകളും കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം. അഭിപ്രായം ഒരു 11 മണി ഞാൻ മടത്തും അടിയിൽ. അയ്യോ ഏതോ കാലക്കേടില്ലാണോ. അങ്ങനെ നമ്മള് ഗൈസ് ഐസ്ക്രീം